കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 20. നമ്മൾ 32 ചെയ്തു. മൈത്രേയൻ പറഞ്ഞു, എന്താ പറഞ്ഞ, അങ്ങയ്ക്ക് ഭക്തി അതായത് പൃഥു ഇതുപോലെ സ്തുതിച്ചു ഭഗവാനെ. അപ്പൊ ഭഗവാൻ വളരെ സന്തുഷ്ടനായിട്ട് പറഞ്ഞു, അങ്ങ് ആഗ്രഹിച്ച പോലെ അങ്ങയ്ക്ക് ഭക്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, അങ്ങ് ഇങ്ങനെ എൻ്റെ പാദധരവിന്ദങ്ങളെ ആശ്രയിക്കുന്നുണ്ടല്ലോ, അതും തന്നെ മനസ്സിലാക്കാം, അങ്ങ് മായെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇനി 33. തത്വം കുരുമയാദിഷ്ടമപ്രമത്ത പ്രജാപതേ മദാദേശകരോ ലോക സർവത്രാപ്നോതി ശോഭനം. അപ്പൊ എന്താണ് 33 പറഞ്ഞാൽ, അതായത് എന്റെ മായയെ അങ്ങ് തരണം ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. ഇനി പ്രജാപതേ, ഹേ ജനങ്ങളുടെ പതിയെ, നേതാവേ, തത്വം അതുകൊണ്ട് അങ്ങ് അപ്രമത്ത, അതായത് യാതൊരു പ്രമാദമൊന്നുമില്ലാത്ത മയ എന്നാൽ ആദിഷ്ടം, ഞാൻ അങ്ങക്ക് ആദേശിച്ചതിനെ അല്ലെങ്കിൽ ഉപദേശിച്ചതിനെ കുരു നിറവേറ്റിയാലും അങ്ങ് യാതൊരു തരത്തിലുള്ള എന്താ പറയുക, ഒരു ചാഞ്ചല്യൊന്നും ഇല്ലാതെ ഞാൻ പറയണതൊക്കെ അങ്ങ്, ഞാൻ പറഞ്ഞില്ലേ, ഉപദേശിച്ചു തന്നില്ലേ, അത് നിറവേറ്റിക്കോളൂ. എൻ്റെ മതാദേശകര, എൻ്റെ ആദേശത്തെ നിറവേറ്റുന്ന ലോക ജനങ്ങൾ സർവത്ര, എൻ്റെ വാക്കുകളെ അനുസരിക്കണ ജനങ്ങള് എല്ലായിടത്തും ശോഭനം ആപ്നോതി, ശ്രേയസിനെ പ്രാപിക്കുന്നു എന്ന് ഭഗവാൻ പറയാണ്. അല്ല, ഭഗവാൻ പറഞ്ഞു എന്ന് മൈത്രേയൻ പറയാണ്. ഭഗവാൻ പറഞ്ഞു, അങ്ങ് മായയെ തരണം ചെയ്തിരിക്കണു, അതുകൊണ്ട് അങ്ങ് യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ ഞാൻ ഇപ്പോൾ ഉപദേശിച്ചില്ലേ അങ്ങക്ക്, അതിനെയൊക്കെ നിറവേറ്റിക്കോളൂ. എൻ്റെ ആദേശത്തെ നിറവേറ്റണവര് മുഴുവനെ നല്ല ശ്രേയസിനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. തത്വം കുരുമയാദിഷ്ടമപ്രമത്ത പ്രജാപതേ മദാദേശകരോ ലോക സർവത്രാപ്നോതി ശോഭനം. അതായത് ഭഗവാന്റെ വാക്കുകളെ അനുസരിച്ചാൽ നമുക്ക് ശോഭനമായിട്ടുള്ള ഭാവിന്നെ ഉണ്ടാവുള്ളൂ എന്ന്. അത്ര ഭഗവാൻ മംഗളപൂർണനാണ് അല്ലേ. ഇനി മൈത്രേയ വാച പിന്നെ പറയണത് എന്താ വെച്ചാൽ, ഇതി നമുക്ക് നോക്കാം. ഇതി മൈത്രേയ വാച ഇതി വൈന്യസ്യ രാജർഷേ പ്രതിനന്ദ്യാർത്ഥവദ്വജ പൂജിതോനുഗൃഹീത്വൈനം ഗന്ധും ചക്രേച്യുതോ മതിം. എന്താണ് അറിയോ പറയണത്? ഇതി ഇപ്രകാരം രാജർഷേഹേ, രാജർഷിയായ വൈന്യസ്യ പൃഥുവിന്റെ, വൈനൻ പൃഥുവാണല്ലോ, അർത്ഥവത് വളരെ അർത്ഥവത്തായ വചഃ വാക്കിനെ പ്രത്യഭിനന്ദിച്ച് പൂജിതനായി ഏനം ഈ പൃഥുവിനെ അനുഗ്രഹിച്ച് അച്യുത മീൻസ് ഭഗവാൻ മഹാവിഷ്ണു ഗന്ധും പോകുന്നതിന് മതിം ചക്രേ പുറപ്പെട്ടു എന്ന്. അപ്പൊ എന്താ ഇതിൽ പറഞ്ഞ, ഇപ്രകാരം ഈ പൃഥു മഹാരാജാവിന്റെ വളരെ അർത്ഥഗർഭായിട്ടുള്ള സ്തുതിയെ അഭിനന്ദിച്ചിട്ട്, നല്ല സ്തുതിയായിരുന്നു അല്ലെ, നമ്മൾ വായിച്ചല്ലോ അത്, അതുപോലെയുള്ള ഭഗവാനെയുള്ള സ്തുതി കേട്ടിട്ട് സന്തോഷമായിട്ട് അതിനെ അഭിനന്ദിച്ചിട്ട് പൂജിതനായിട്ട്, അതായത് പൃഥുവാൽ പൂജിതനായി പൃഥുവിനെ അനുഗ്രഹിച്ച് മഹാവിഷ്ണു, അച്യുതൻ എന്ന് പറഞ്ഞല്ലോ, മഹാവിഷ്ണു പോകാനായിട്ട് പുറപ്പെട്ടു എന്ന്. അതായത് തിരിച്ചു വൈകുണ്ഠത്തിലേക്ക് പോവാൻ റെഡിയായി അദ്ദേഹം. ഇതി വൈന്യസ്യ രാജർഷേർ പ്രതിനന്ദ്യാർത്ഥവദ്വജ പൂജിതോനുഗൃഹീത്വൈനം ഗന്ധും ചക്രേച്യുതോ മതിം. ഇനി മതിം ചക്രേച്ച ഉദ്യമിച്ചു എന്നാണ് കേട്ടോ. ഇനി 35ഉം 36ഉം ഒന്നിച്ചാണ് ചെയ്തിരിക്കുന്നത്. ദേവർഷി പിത് ഗന്ധർവ സിദ്ധചാരണ പന്നഗാഹ
കിന്നരാപ്സരസോ മർത്യാഹ ഖഗ ഭൃത്യാൻ ഭൂതാന്യനേകശ യജ്ഞേശ്വരധിയാ രാജ്ഞാ വാഗ്വിത്താഞ്ജലി ഭക്തിത സഭാജിതാ യയുഃ സർവേ വൈകുണ്ഠാനുഗതാസ്തഥാ. എന്താ പറഞ്ഞതില്? തഥാ അതിനുശേഷം ദേവർഷി പിതൃ ഗന്ധർവ സിദ്ധ ചാരണ പന്നഗാഹ, അതായത് ദേവന്മാര്, ഋഷികള്, പിതൃക്കള്, ദേവർഷി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ദേവന്മാര്, ഋഷികള്, പിതൃക്കള്, ഗന്ധർവന്മാര്, സിദ്ധന്മാര്, ചാരണന്മാര്, പിന്നെയോ പന്നഗാഹ പറഞ്ഞു, നാഗദേവന്മാര്, കിന്നര അപ്സരസൈഹി, കിന്നരന്മാര്, അപ്സരസുകള്, മർത്യാഹ, ഖഗാഹ, മനുഷ്യര്, പിന്നെ ആകാശചാരികള്, ഖഗാഹ, ആകാശത്തു കൂടെ പറക്കണ പക്ഷികളൊക്കെ, ഭൂതാനി, എല്ലാ ഭൂതഗണങ്ങളും, വൈകുണ്ഠാനുഗതാഹ, വിഷ്ണു ഭഗവാന്റെ അനുചരന്മാര് ഒക്കെ, അതായത് വിഷ്ണു പാർഷദന്മാര് ഒക്കെ, സർവേ എല്ലാവരും, രാജ്ഞ രാജാവിനാൽ, വാഗ്വിത്താഞ്ജലി ഭക്തിത, വാക്കും വിത്തം ച ധനാണ്, വാഗ്വിത്ത, അപ്പൊ വാക്കും ധനവും അഞ്ജലി, അതായത് കൂപ്പുകയും ഭക്തി പ്രകടിപ്പിച്ചിട്ടേ, വാക്കൊണ്ടും ധനം കൊണ്ടും കൂപ്പുകൈ കൊണ്ടും ഒക്കെ ഭക്തി പ്രകടിപ്പിച്ചും കൊണ്ട്, യജ്ഞേശ്വരധിയ, ഭഗവത് സങ്കല്പത്തോടെ, അനേകശ, ബഹുപ്രകാരം, സഭാജിതാഹ, ആരാധിതരായിട്ട്, യയു, യാത്രയായി. അപ്പോ ഭഗവാൻ പോവാൻ പുറപ്പെട്ടപ്പോ ഇവരെല്ലാവരും പിന്നെ ഭഗവാന്റെ അനുഗ്രഹം മേടിച്ച് എല്ലാവരും അവനവന്റെ അവിടേക്ക് പോവുകയാണ്. അപ്പോ ആരൊക്കെയാ? ദേവന്മാര്, ഋഷികള്, പിതൃക്കള്, ഗന്ധർവന്മാര്, സിദ്ധന്മാര്, ചാരണന്മാര്, നാഗദേവന്മാര്, കിന്നരന്മാര്, അപ്സരസുകള്, മനുഷ്യര്, ആകാശത്തു കൂടപ്പണ പിന്നെ എന്താണ് ജീവികള്, ഭൂതഗണങ്ങള്, വിഷ്ണു ഭഗവാൻ തന്നെ അനുചരന്മാര്, എല്ലാവരും ഈ പൃഥുമഹാരാജാവിനാൽ വാക്കൊണ്ടും, ഇവരൊക്കെ ഈ അവിടെ വന്നവരെയൊക്കെ പൃഥുമഹാരാജാവ് വാക്കൊണ്ടും ധനം കൊണ്ടും കൂപ്പുകൈകൊണ്ടും ഒക്കെ അവരോടുള്ള ആദരവ് പ്രകടിപ്പിച്ചു. അവിടെ അതിഥികളായിട്ട് വന്നിട്ടുള്ള ഈ പറഞ്ഞ എല്ലാവരെയും പൃഥുമഹാരാജാവ് വാക്കൊണ്ടും ധനം കൊണ്ടും കൂപ്പുകൈകൊണ്ടും ഒക്കെ ആദരവ് പ്രകടിപ്പിച്ച് ഭഗവത് സങ്കല്പത്തോടെ വളരെ എല്ലാ പ്രകാരത്തിലും അവർ വന്നവരെ മുഴുവൻ, അതിഥികളെ മുഴുവൻ ആരാധിച്ചില്ല. അവരൊക്കെ ആരാധിച്ചിട്ട് അവരൊക്കെ യാത്രയായി. എല്ലാവരും വന്നവരൊക്കെ പോയി, ഭഗവാൻ പോയില്ലോ. ഇനി അപ്പൊ ആ രണ്ടും വായിച്ചിട്ട് നമുക്ക് 37 പോവാം. ദേവർഷി പിതൃ ഗന്ധർവ സിദ്ധചാരണ പന്നഗാഹ കിന്നരാപ്സരസോ മർത്യാഹ ഖഗ ഭൂതാന്യനേകശ യജ്ഞേശ്വരധിയാ രാജ്ഞാ വാഗ്വിത്താഞ്ജലി ഭക്തിത സഭാജിതാ യയുഃ സർവേ വൈകുണ്ഠാനുഗതാസ്തഥാ. ഇവിടെ നമ്മളൊരു കാര്യം ഓർമ്മിക്കണം. എന്താണെന്നറിയോ? 99ാമത്തെ യാഗം മുഴുവനാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവഭൃത സ്നാനമൊക്കെ കഴിഞ്ഞ് നിർത്തിയില്ലോ യാഗം. അപ്പോ ആ യാഗത്തിന് വന്നിട്ടുള്ളവരാണ് ഇവരൊക്കെ. പക്ഷേ അപ്പോഴേക്കും മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷ ദർശനം കൊടുത്തു. എന്നിട്ട് മഹാവിഷ്ണു ഉപദേശിച്ചു. ആരെ? പൃഥു മഹാരാജാവിനെ ഉപദേശം നൽകി ഇല്ലേ മഹാവിഷ്ണുവിന്റെ വാക്കുകള്. അപ്പൊ ഭൃഗു അങ്ങട് സ്തുതിച്ചു അല്ലേ. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പൃഥുവിനെ അനുഗ്രഹിച്ചിട്ടാണ് പോണത്. അപ്പോ ഭഗവാൻ ഈ അതിഥികളായിട്ട്, യജ്ഞത്തിന് അതിഥികളായിട്ട് വന്നിട്ടുള്ള ഇവരെയൊക്കെ പൃഥു മഹാരാജാവ് വേണ്ട പോലെ ആദരിച്ചു എന്നർത്ഥം. എന്നിട്ടാണ് അവരെയും യാത്രയാക്കി. അവരും പോയി. അതാണ്, ഭഗവാനും പോയി. ഭഗവാനപി രാജർഷേഹേ സോപാധ്യായസ്യ ചാച്യുത ഹരന്നിവ മനോമുഷ്യ സ്വധാമ പ്രത്യഗാത് പ്രഭു. അച്യുത, നിർവികാരാത്മാവായിട്ടുള്ള അല്ലെങ്കിൽ ച്യുതിയില്ലാത്ത, വീഴ്ചയില്ലാത്ത ഭഗവാനപി വിഷ്ണു ഭഗവാനും സോപാധ്യായസ്യ സ്വന്തം പുരോഹിതനായ അമുഷ്യ ഈ രാജർഷേഹേ രാജർഷിയുടെ സപുരോഹിതനായ ഈ രാജർഷിയുടെ, പുരോഹിതന്മാരോട് കൂടിയ ഈ രാജർഷിയുടെ മനഃ ഹൃദയത്തെ
ഹരൻ ഇവ കവർന്നു എന്ന പോലെ, ഹരിച്ചു എന്ന പോലെ, സ്വധാമഞ്ച സ്വസ്ഥാനത്തേക്കും പ്രതിബദ്ധത തിരിച്ചെത്തി. ഭഗവാൻ വൈകുണ്ഠത്ത് തിരിച്ചെത്തി. പക്ഷെ പോകുമ്പോ എന്താണ്, ഈ വിഷ്ണു ഭഗവാൻ ഉണ്ടല്ലോ, അച്യുതൻ എന്ന് പറഞ്ഞല്ലോ, ച്യുതിയില്ലാത്ത ഈ വിഷ്ണു ഭഗവാൻ പുരോഹിതന്മാരോടുകൂടിയ ഈ പൃഥുമഹാരാജാവിന്റെ ഹൃദയത്തിനെയും കവർന്നുകൊണ്ടാ പോയതാണ്. അതായത് രാജാവിന്റെയും അവിടെ ഈ യാഗം ചെയ്യാൻ വന്ന എല്ലാ പുരോഹിതന്മാരുടെയും മനസ്സും കൂടിയും കവർന്നുകൊണ്ട് ഭഗവാൻ വൈകുണ്ഠത്തിൽ തിരിച്ചെത്തി എന്ന് പറഞ്ഞാൽ എന്താ, ഇവരുടെ മനസ്സില് ഈ പൃഥുമഹാരാജാവിന്റെയും ഈ യജ്ഞത്തിന് സഹായിച്ച മഹർഷിമാരുടെ അല്ലെങ്കിൽ ആ എന്താ പറയാ പുരോഹിതന്മാരുടെയൊക്കെ മനസ്സില് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ഭഗവാൻ അവരുടെ മനസ്സിനെ കവർന്നെടുത്തു, വേറൊന്നുമില്ല അവരുടെ ഹൃദയത്തില്. അതാണ് അവരുടെ ഹൃദയത്തിനെ കവർന്നെടുത്തും കൊണ്ട് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോയി. മീൻസ് അവരുടെ കംപ്ലീറ്റ്ലി ഹൃദയത്തിനെ ഭഗവാൻ എടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അവരുടെ മനസ്സിൽ വേറെ യാതൊരു ചിന്തയില്ല. ആരുടെ, ഈ മഹാരാജാവിന്റെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള പുരോഹിതന്മാരെയും ഭഗവാൻ കവർന്നു കൊണ്ടുപോയി മനസ്സാണ്. ഭഗവാനബി എന്നിട്ട് വൈകുണ്ഠത്തേക്ക് തിരിച്ചെത്തി. ഭഗവാനബിരാജർഷേ സോപാധ്യായസ്യ ചാച്യുത ഹരന്നിവ മനോമുഷ്യ സ്വധാമ പ്രതിപദ്യത. ഇനി അവസാനത്തെ ശ്ലോകമാണ് ഈ അധ്യായത്തിലത്തെ. എന്താ അത്, അദൃഷ്ടായ നമസ്തുത്യ നൃപ സന്ദർശിതാത്മനി വാസുദേവായ ദേവാനാം ദേവായ സ്വപുരം യയൗ. എന്താ പറഞ്ഞ, നൃപഹ ഈ പൃഥുരാജാവാകട്ടെ, ഭഗവാൻ പോയി എന്ന് പറഞ്ഞു, ലഭിത ഹൃദയം കവർന്നെടുത്തും കൊണ്ടുപോയി എന്ന് പറഞ്ഞു. പൃഥുരാജാവാകട്ടെ നൃപഹ സന്ദർശിത ആത്മനെ ആത്മസ്വരൂപത്തെ കാട്ടിത്തന്നവനും, അദൃഷ്ടായ ദൃഷ്ടിയിൽ നിന്ന് അപ്രത്യക്ഷനായവനും, അവ്യക്തായ അവ്യക്തമൂർത്തിയുമായ ദേവാനാം ദേവന്മാരുടെ ദേവായ ദേവദേവനാണല്ലോ ഭഗവാൻ, ദേവാധിദേവനായിട്ടുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കരിച്ച് സ്വപുരം ച സ്വന്തം പുരത്തിലേക്കും മീൻസ് കൊട്ടാരത്തിലേക്കും യയൗ യാത്രയായി. അപ്പൊ ഭഗവാൻ പോയി പറഞ്ഞല്ലോ ഇവരുടെ മനസ്സും കവർന്ന്. അപ്പൊ പൃഥുരാജാവ് ആ ആത്മസ്വരൂപത്തിനെ, അതായത് ആത്മജ്ഞാനം നൽകിയവനും തന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷമായവനും അവ്യക്തമൂർത്തിയുമായിട്ടുള്ള ആ ദേവാധിദേവനെ ആ പോയ ദിക്കിലേക്ക് നോക്കി നമസ്കരിച്ചിട്ട് സ്വന്തം രാജധാനിയിലേക്ക് യാത്രയായി. പൃഥു മഹാരാജാവും യാഗമൊക്കെ കഴിഞ്ഞ് സ്വന്തം രാജധാനിയിലേക്ക്, അതായത് ഭഗവാൻ മറഞ്ഞ ആ ദിക്ക് നോക്കി നമസ്കരിച്ച ശേഷം എന്ന് പറയുന്നുണ്ട് പണ്ഡിറ്റ് ഗോപാലൻ നായരുടെ വ്യാഖ്യാനത്തില്. ഭഗവാൻ മറഞ്ഞ ശേഷം അപ്പൊ ആ മറഞ്ഞ ദിക്ക് നോക്കി നമസ്കരിച്ചതിന് ശേഷം രാജാവും രാജധാനിയിലേക്ക് മടങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ആ ശ്ലോകം കൂടി വായിച്ചാൽ ഈ നമ്മുടെ 20ാമത്തെ അധ്യായം നമ്മളെ കഴിഞ്ഞു. ഇനി നമ്മൾ 21ലേക്കാണ് പോണത് കേട്ടോ. 13 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ചതുർത്ഥ സ്കന്ധം തുടങ്ങാം. അപ്പോൾ നമുക്കിത് വായിച്ചിട്ട് 38 അവസാനത്തെ ശ്ലോകം 20ലത്തെ. അദൃഷ്ടായ നമസ്തുത്യ നൃപ സന്ദർശിതാത്മനി വാസുദേവായ ദേവാനാം ദേവായ സ്വപുരം യയൗ ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ കാമപ്രകരണേ പൃഥുചരിതേ ഭഗവത് പ്രസാദ നിരൂപണം നാമ 20ാധ്യായ. അപ്പോ ഇതിലെന്താണുള്ളതെന്ന് കൂടി ഒന്ന് പറയാം. എന്നുവെച്ചാൽ ഇതിൽ നമ്മൾ കണ്ടത് എന്താ വെച്ചാൽ പൃഥുമഹാരാജാവ് ഭഗവാൻ 20 പൃഥുമഹാരാജാവിന് ഭഗവാൻ ദർശനം നൽകി അല്ലേ, എന്നിട്ട് ഉപദേശം നൽകി. പൃഥു സ്തുതിച്ചു. അവസാനം പൃഥുവിന് ഭഗവത്പാദ ഭജനം മാത്രമേ, ഭക്തി മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞു. അങ്ങക്ക് ഭക്തി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് മായയൊക്കെ തരണം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, ഇനി ഞാൻ പറഞ്ഞ പോലെ ഭരിച്ചോളൂ എന്ന് പറഞ്ഞ് യാത്രയായി ഭഗവാൻ. അപ്പൊ ബാക്കി എല്ലാവരും ദാനങ്ങളെ കൊണ്ടും വാക്കുകൊണ്ടും എല്ലാം സന്തോഷിപ്പിച്ച് അവരെയൊക്കെ യാത്രയാക്കിയിട്ട് പൃഥു മടങ്ങിയതാണ് നമ്മൾ പറഞ്ഞത്. ഇനി 21 സ്വന്തം പ്രജകൾക്ക് വേണ്ടി മഹാരാജാവായിട്ടുള്ള പൃഥു ചെയ്ത ഭാഗവത ധർമ്മോപദേശമാണ് ഇനി 21ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണാൻ പോണത്. പൃഥു
സ്വന്തം പ്രജകൾക്ക് നൽകിയ ഭാഗവത ധർമ്മങ്ങളെ പറ്റിയിട്ടുള്ള ഉപദേശമാണ് നമ്മളെ 21 നമ്മൾ കാണാൻ പോണത്. അപ്പൊ നമുക്ക് 21 തുടങ്ങി വെക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 21 അധ്യായം. മൈത്രേയ ഉവാച. 1, 2, 3 ശ്ലോകം ഒന്നിച്ചാ ചെയ്തിരിക്കണം. അപ്പൊ അത് ചെയ്താൽ നമുക്ക് നിർത്താം. മൈത്രേയ ഉവാച. മൗക്തികൈ കുസുമസ്രഗ്ഭിർദുകൂലൈ സ്വർണതോരണൈ മഹാസുരഭിഭിർധൂപൈർമണ്ഡിതം തത്ര തത്ര വൈ. 2 ചന്ദനാഗരുതോയാർദ്ര രഥ്യാചത്വരമാർഗവദ് പുഷ്പാക്ഷതഫലൈസ്തോഗ്മേർ ലാജൈരർച്ചിർഭി അർച്ചിതം. 3 സവൃന്ദൈ കദളീസ്തംഭൈ പൂഗപോതൈ പരിഷ്കൃതം തരുപല്ലവമാലാഭി സർവത സമലംകൃതം. അപ്പോ ഈ മൈത്രേയര് പറയണതാണ് കേട്ടോ അത്. ഈ 24 അധ്യായത്തില് പ്രജകൾക്ക് അനുഷ്ഠിക്കാനുള്ള ധർമ്മങ്ങളെ പൃഥുചക്രവർത്തി സ്വയം അനുഷ്ഠിച്ചിട്ടും, അതായത് യഥാരാജ തഥാ പ്രജ എന്നാവുമ്പോ അവനെ തന്നെ അനുഷ്ഠിച്ച് കാണിച്ചിട്ട് അവരെ കൊണ്ട് അനുഷ്ഠിപ്പിച്ചതൊക്കെയാണ് ഇതിൽ പറയണത്. അപ്പോ ഭഗവാൻ മറിഞ്ഞിട്ട് പിന്നെ പൃഥു രാജധാനിയിലേക്ക് വന്നു എന്ന് പറഞ്ഞില്ലേ. അപ്പോ ആ രാജാവ് മടങ്ങി യാഗം കഴിഞ്ഞ് യാഗശാലയിൽ നിന്ന് രാജധാനിയിലേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലായിട്ട് പ്രജകളെ എങ്ങനെയാണ് പട്ടണത്തിൽ അലങ്കരിച്ചതെന്നാണ് ഈ 3 ശ്ലോകങ്ങളിൽ പറയണത്. അതായത് യജ്ഞം കഴിഞ്ഞ് ഭഗവാൻ അപ്രത്യക്ഷനായപ്പോ ബാക്കിയുള്ളവരും ഒക്കെ പോയി കഴിഞ്ഞപ്പോ പൃഥു മഹാരാജാവ് തിരിച്ച് രാജധാനിയിലേക്ക് പോകുന്നു നമ്മൾ പറഞ്ഞു ഇല്ലേ. അങ്ങനെ തിരിച്ചു വരുന്ന രാജാവിനെ സ്വീകരിക്കാൻ പ്രജകള് പട്ടണത്തെ അലങ്കരിച്ചതിനെ പറ്റിയിട്ടൊക്കെയാണ് അപ്പൊ നമ്മൾ ഈ മൈത്രേയൻ പറഞ്ഞത് ഈ 3 ശ്ലോകത്തില്. അപ്പൊ നമുക്ക് ആ 3 ശ്ലോകത്തിന്റെ അർത്ഥം വായിക്കാം. എന്താ? മൗക്തിഹേഹി മുത്തുമാലകളാലും, കുസുമസ്രഗ്ഭി പുഷ്പമാലകളാലും, ദുഗൂലേഹി പട്ടുമേലാപ്പുകളാലും, സ്വർണ്ണ നിറത്തിലുള്ള തോരണങ്ങളാലും, മഹാസുരഭിഭി വളരെ സുഗന്ധമുള്ള ധൂപൈഹി ധൂപങ്ങളാലും, തത്ര തത്ര അവിടെ മണ്ഡിതം വൈ അലങ്കൃതമായതും, ചന്ദനാഗരു തോയാർദ്ര രഥ്യാചത്വര മാർഗവത് ചന്ദനവും അകിലും കലക്കിയ വെള്ളം കൊണ്ട് ഈ സ്ട്രീറ്റ്സ് ഒക്കെ ഇങ്ങനെ തളിച്ചിരിക്കണു. ചന്ദനവും അകിലും കലക്കിയ വെള്ളം കൊണ്ട് ആസനം ഉണ്ടാവാനേ. പിന്നെയോ നാൽക്കവലകളും നടപ്പാതകളും ഒക്കെ ഇതുകൊണ്ട് തളിച്ചിരുന്നു, ഈ ചന്ദനവും അകിലും കൂടി കലർത്തിയ വെള്ളം കൊണ്ട്. പിന്നെയോ പുഷ്പാക്ഷത ഫലൈഹി പുഷ്പങ്ങളും അക്ഷതങ്ങളും ഫലങ്ങളും, തൗക്മൈഹി പച്ച യവങ്ങളും ഒരു കൂട്ടം ചെടികളൊക്കെ തൂക്കിയതേ, ലാജൈഹി മലരുകളാലും, അർച്ചിഭി ദീപങ്ങളാലും അർച്ചിതം അലങ്കരിക്കപ്പെട്ടതാണ്. നിറച്ച് വിളക്കുകൾ തൂക്കിയിട്ടുണ്ട്. പിന്നെയോ സവൃന്ദൈഹി കുലകളുള്ള കദളീസ്തംഭൈഹി നല്ല കുലച്ച വാഴകള് വെച്ചിരിക്കണു അലങ്കാരമായിട്ടേ. പൂഗപോതൈഹി അതായത് കവുങ്ങുകളുടെ അറ്റം എടുത്തിട്ട് അതായത് പരിഷ്കൃതം മൂടി പിടിപ്പിക്കപ്പെട്ടതും, അതാണ്ട് കവുങ്ങുകളിലെ അതും ഭംഗിയുള്ള ഭാഗം എടുത്തിട്ട്. പിന്നെ തരുപല്ലവമാലാഭി മാവ് അശോകം മുതലായ മരങ്ങളുടെ ഇലകൾ തൂക്കിയിരിക്കുന്നു. സമലങ്കൃതം നന്നായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതുമായ തന്റെ പുരത്തിലേക്ക് യാത്ര ചെയ്തു. അപ്പൊ ഭഗവാൻ പൃഥുമഹാരാജാവ് വരണേന് പ്രജകൾ അലങ്കരിച്ചതാണ്. അപ്പൊ ഞാൻ അത് വെറുതെ ഈ എന്താണ് പണ്ഡിറ്റ് ഗോപാലൻ നായരില് പറഞ്ഞ അതുപോലെ ഒന്ന് വായിക്കാം, വെറുതെ ഒന്ന് ഓർമ്മിക്കാൻ. പട്ടണത്തിൽ അവിടെ മുത്തുമാലകൾ, പൂമാലകൾ, പട്ടുവസ്ത്രങ്ങൾ, സ്വർണ്ണത്തോരണങ്ങൾ എന്നിവ കെട്ടി അലങ്കരിച്ചിരുന്നു. ഏറ്റവും സൗരഭ്യം പുറപ്പെടുവിക്കുന്ന ചന്ദനത്തിരി മുതലായ സുഗന്ധദ്രവ്യങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പുകയുടെ വ്യാപ്തി നിമിത്തം ഏതു ഭാഗത്തും വാസന നിറഞ്ഞിരുന്നു. ചന്ദനം, അകിൽ മുതലായ സുഗന്ധദ്രവ്യങ്ങൾ അരച്ചു കലക്കിയ ജലം തളിച്ച് രാജവീഥി, 4 കൂടിയ നാൽക്കവല ഒക്കെ സാധാരണ ജനസഞ്ചാരമുള്ള പാത എല്ലാ ദിക്കിലും ഒരു പൊടി പറക്കാതിരിക്കാൻ വേണ്ടി ഈ നല്ല
സുഗന്ധമുള്ള വെള്ളം തളിച്ചിരുന്നു. പിന്നെയോ പുഷ്പങ്ങൾ, അക്ഷതങ്ങൾ, മുളപ്പിച്ച ധാന്യങ്ങൾ, മലരുകൾ, ഭദ്രദീപങ്ങൾ എന്നിവ ഗൃഹങ്ങളുടെ മുൻഭാഗങ്ങളിൽ വെച്ച് രാജാവിന്റെ മംഗളത്തിനായിട്ട് ഭഗവാനെ ആരാധിച്ചിരുന്നു. പിന്നെയോ വാഴക്കുലകളും കുലകളും പുഷ്പങ്ങളുമുള്ള വാഴകളും കവുങ്ങുകളും കെട്ടി വീഥികളെ അലങ്കരിച്ചിരുന്നു. മാവിന്റെ തളിര്, പുഷ്പങ്ങളെ മുതലായ ചേർത്ത് കോർത്തുണ്ടാക്കിയ തോരണങ്ങളെ ഉയർത്തി കെട്ടിയിരുന്നു. ഈ വിധം അലങ്കരിച്ചിരുന്ന പട്ടണത്തിലേക്ക് രാജാവ് പ്രവേശിച്ചു. അങ്ങനെ രാജാവ് രാജധാനിയിൽ തിരിച്ചെത്തിയിരുന്നു. അപ്പൊ നമുക്ക് ഈ 3 ശ്ലോകം ചൊല്ലിയിട്ട് ഇന്നത്തെ ഇവിടെ നിർത്താം ഇതേട്ടോ. അപ്പൊ ഞാൻ ആ 3 ശ്ലോകം കൂടി ചെല്ലട്ടെ. മൈത്രേയ ഉവാച മൗക്തികൈ കുസുമസ്രഗ്ഭിർദുകൂലൈ സ്വർണതോരണൈ മഹാസുരഭിർധൂപൈർമണ്ഡിതം തത്ര തത്ര വൈ ചന്ദനാഗരുതോയാർദ്രരഥ്യാ ചത്വരമാർഗവദ് പുഷ്പാക്ഷതഫലൈസ്തോഗ്മൈർലാജൈരർച്ചിർഭിരർച്ചിതം സവൃന്ദൈ കദളീസ്തംഭൈ പൂഗപോതൈ പരിഷ്കൃതം തരുപല്ലവമാലാഭി സർവദാ സമലംകൃതം. അപ്പൊ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ അറിയോ, ഈ രാജാവിനോടുള്ള ഈ പ്രജകൾക്കുള്ള ഒരു ബഹുമാനവും ഒരു ആദരവും സ്നേഹവും ഒക്കെ ഇതിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്താ വെച്ചാൽ യജ്ഞം 100ാമത്തെ യജ്ഞം മുഴുവനാക്കിയിട്ടും കൂടി ഇല്ല, വേണ്ടാന്ന് പറഞ്ഞല്ലോ അത്ര. അപ്പോ ഈ 99 യജ്ഞം നടത്തിയ തന്റെ ഇത്ര ഒരു ധർമ്മേഷ്ഠനായിട്ടുള്ള രാജാവിനെ മാത്രമല്ല, ഭൂമിയെ നിരത്തി സകല സാധനങ്ങളൊക്കെ ഇവരുടെ എല്ലാ ദുഃഖങ്ങളും തീർത്തു കൊടുത്ത ഈ പൃഥുമഹാരാജാവിനോട് പ്രജകൾക്കുള്ള ഒരു സ്നേഹവും ബഹുമാനവുമാണ് കാണിക്കണ. ഈ അലങ്കാരം കൊണ്ട് പൃഥുമഹാരാജാവ് തിരിച്ച് രാജധാനിയിലേക്ക് വരുമ്പോ അവരെ എത്ര സ്നേഹത്തോടു കൂടിയാണ് എതിരേൽക്കണം, എത്ര അലങ്കാരങ്ങളെ കൊണ്ടുകൂടിയാണ് എതിരേൽക്കണമെന്നും കൂടി നമുക്കിതിന് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഈ നിർത്താം. ഇതോടുകൂടിയിട്ട് ഇവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം.